സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, സ്വർഗരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ ചോദിക്കുകയാണ്, എന്താണ് എഴുതിയിരിക്കുന്നത്? നീ അതെങ്ങനെ വായിക്കുന്നു? നമ്മൾ എഴുതിയത് തന്നെയല്ലേ വായിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട് കേട്ടോ. എഴുതിയിരിക്കുന്നത് ബൈബിളിൽ തന്നെയാണ്. അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമായോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. നീ എങ്ങനെ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ, നീ എങ്ങനെ അത് മനസ്സിലാക്കുന്നു, എങ്ങനെ അതനുസരിച്ച് ജീവിക്കുന്നു? അതോ നീ വായിക്കുന്നു മാത്രമേ ഉള്ളൂ? മനസ്സിലായില്ലേ? അതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ നീ വായിക്കുന്നുണ്ട്. പക്ഷേ അതിന് നിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെയ്യാൻ പറ്റിയോ? നിന്നെ രൂപപ്പെടുത്താൻ പറ്റിയോ? നമ്മൾ ഈ സാധനമൊക്കെ മേടിക്കുമ്പോഴേ കാറ്റലോഗ് വരും കൂടെ. ഇന്നലെ ആണെങ്കിൽ ഒരു സാധനം ഇവിടെ മേടിച്ചു, കുറേ നട്ടും ബോൾട്ടും അതും ഇതും എല്ലാം കൂടെ കൂടി. അത് പേപ്പറിൽ അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഞാനതെടുത്ത് ഓരോന്ന് ഫിറ്റ് ചെയ്ത്, ഓരോ നട്ടിടത്തും ഓരോ സാധനം വെക്കേണ്ടയിടത്തും ഫിറ്റ് ചെയ്തപ്പോൾ അത് മനോഹരമായ ഒരു സംഭവമായി. ഇതുപോലെ വചനം എടുത്ത് നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നിനക്ക് രൂപം ലഭിക്കുക, യഥാർത്ഥ രൂപം ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യം നിനക്കുള്ളതാകട്ടോ. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.